അപ്പോൾ ഐസ്ഡ് ലെമൺ ടീ അതാട്ടോ മേടിക്കാൻ പോയത്. ആക്ച്വലി സംഭവം മേടിച്ചൊന്നുമില്ല, അതിൻ്റെ വില കേട്ടപ്പോൾ അതേപോലെ തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് പോരെ ചെയ്തത്. പിന്നെ വീട്ടിൽ വന്നിട്ടെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കി അങ്ങോട്ട് അരിഞ്ഞെടുത്ത് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയോടെ ചേർത്തിട്ടേ ഇതാ ഇതേപോലെ അങ്ങോട്ട് ഉടച്ചെടുത്ത്. ഈ ചില്ല് പാത്രത്തിലിട്ടൊന്നും അല്ലാട്ടെ ഞാൻ ഉടച്ചേക്കണത്. സംഭവം ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ വേറെ പാത്രത്തിലിട്ട് ഉടച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ കാര്യത്തിൽ ഇന്നത്തോടുകൂടി തീരുമാനമാവും. ഇനി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു നീരെ നമുക്ക് അങ്ങോട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നല്ല നൈസായിട്ട് ചെറുനാരങ്ങ കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടാ. എന്നിട്ട് ആ പാത്രം കൊണ്ട് കറക്കിയപ്പോൾ സംഭവം നല്ല ഐസായിട്ട് വന്നണ്ടാ. ഒരു രാത്രി മുഴുവൻ ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചിട്ടാ ഈ ഒരു കോലത്തിൽ വരാനായിട്ട്. ഇനി ഉണ്ടല്ലോ നല്ല കടുപ്പത്തിൽ വേണട്ടാ കട്ടൻ ചായ ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിട്ടാ. ഇനി നമ്മൾ ഐസാക്കി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു ഐസൊക്കെ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് പുതിനയുടെ ഇല ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിട്ടാ. ഇനി ആ ഒരു കട്ടൻ ചായയും കൂടി ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ചേർത്തിട്ടേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത്